വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഓക്കെ ഓക്കെ ഒരു 1.5-2 മാസം മുമ്പ് ഞാൻ എൻ്റെ റൂം മൊത്തം അടിച്ച് പൊട്ടിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ ലൈവിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായി. എന്നിട്ട് അത് പിന്നെ അതിൻ്റെ സ്റ്റോറി എന്താണെന്നുള്ളത് ഞാൻ പിന്നെ പറയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടായിരുന്നു. ഞാൻ ഇത്രയും കാലം ഞാൻ പറയാൻ റെഡി ആയിരുന്നില്ല, അതുകൊണ്ട് ഞാൻ പറയേണ്ടതാണ്. ഇപ്പം ഞാൻ റെഡി ആയി എന്നൊക്കെ തോന്നില്ല, എന്നാലും ചില ഞാൻ പറയാം. ഓക്കെ ഞാൻ കാര്യം പറയാം. ആളെ പേരൊന്നും ഞാൻ ഒരിക്കലും പറയില്ല, ചത്താലും ഞാൻ പറയില്ല, അത് ഞാൻ കൊടുത്ത വാക്കാണ്. ആളെ പേരൊന്നും എന്നോട് ചോദിക്കരുത്. ഓക്കെ ഞാൻ പറയാം. അതായത് എനിക്കൊരു പെണ്ണിനോട് പ്രണയം തോന്നി. ഓക്കെ എനിക്ക് അങ്ങനെ അധികം ഈ വെറുതെ കോയിത്തരം കാണിക്കുക ഇതാണെന്നല്ലാണ്ട് എനിക്ക് ഇങ്ങനെ ഡീപ്പായിട്ടൊരു സ്ട്രോങ് ലവ് ഫീലിംഗ് എല്ലാം വരുന്നത് വളരെ കുറവാണ്, മനസ്സിലാവും. അങ്ങനെ എനിക്ക് കുറേ കാലം കൂടിയിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഇത് വന്നു, മനസ്സിലായി, ഒരു പ്രണയം വന്നു. ഓക്കെ നമ്മൾ സംസാരിക്കുമായിരുന്നു. ഓക്കെ അവൾക്ക് എന്നോട് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. ഓക്കെ അങ്ങനെ ഞാൻ സംസാരിച്ച് കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഇവളെ പ്രപ്പോസ് ചെയ്തു. ഓക്കെ അതായത് ഈ പ്രപ്പോസൽ എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ പ്രേമിച്ച് നടക്കലോ ഇങ്ങനത്തെ സാധനത്തിലോ എനിക്കിപ്പം ഇനി അങ്ങോട്ട് അങ്ങനെ പ്രേമിച്ച് നടക്കുന്ന പരിപാടിക്ക് ഞാനില്ല, അത് ഞാൻ ഉറപ്പ് തരാം നിങ്ങൾക്ക്. ഞാൻ നാളെ എനിക്ക് ഇതാൻ്റെ പുതിയ ഗേൾ ഫ്രണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരാളെ കൊണ്ടുവന്ന് അവളായിട്ട് പ്രേമിച്ച് നടക്കാൻ എനിക്ക് അതിന് താല്പര്യമില്ല. ഞാൻ അവളോട് ഡയറക്റ്റായിട്ട് ഞാൻ കാര്യം ചോദിച്ചു, ഞാനൊരു പ്രപ്പോസലായിട്ട് വീട്ടിലേക്ക് വരട്ടെ എന്ന് ഞാൻ ചോദിച്ചു. ഓക്കെ അതായത് പാരൻസിനോട് ഡയറക്റ്റ് സംസാരിച്ച് കല്യാണം എന്നുള്ള ഡയറക്റ്റിന് പ്രേമിച്ച് നടക്കൽ ആ പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല, മനസ്സിലാവും. അപ്പം ഞാൻ ചോദിച്ച് കല്യാണം കഴിക്കാമോ എന്നുള്ള കാര്യം ഞാൻ ഡയറക്റ്റ് തുറന്ന് ചോദിച്ചു അവളോട്. സംഭവം എന്ന് വെച്ചാൽ ഓള് ഹിന്ദുവാണ്, ഞാൻ മുസ്ലിമാണ്. അതൊരിക്കലും നടക്കില്ല. ഓളെ അച്ഛനും അമ്മേനെയും ഒരിക്കലും വെറുപ്പിക്കാൻ പറ്റില്ല എന്ന് ഓള് പറഞ്ഞു. അവർ കഴിഞ്ഞിട്ട് ഒക്കെ എന്തോ ഉള്ളൂ, അവർ സമ്മതിച്ചാൽ മാത്രമേ നടക്കൂ. അതെന്തായാലും ഒരിക്കലും സമ്മതിക്കാനും പോകുന്നില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഞാൻ അവിടെ ഡൗൺ ആയി. അത് കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് ദിവസം ലൈവ് ഇട്ടില്ല, ഫുള്ള് ഞാൻ ഫ്രസ്ട്രേറ്റഡ് ആയി, കുറച്ച് ഡിപ്രഷനായി. ഓക്കെ അങ്ങനെ എന്താ പറയുക, കുറച്ച് ദിവസം ഞാൻ ലൈവ് ഇട്ടില്ല, അത്രേ ഉള്ളൂ. കുറേ ഡീറ്റെയിൽസ് എന്നോട് ചോദിക്കില്ല, പേരൊന്നും ചോദിക്കില്ല, പേരൊന്നും ഒരിക്കലും ഞാൻ പറയില്ല, പേരൊന്നും ഒരിക്കലും എന്നോട് ചോദിക്കുന്നത് ഒരിക്കലും. ഞാൻ ഓൾക്ക് കൊടുത്ത വാക്കാണ്, അങ്ങനത്തെ ഇതോ ഒരിക്കലും ഞാൻ ഐഡൻറ്റിറ്റി ചെയ്തോ പറയൂല എന്നുള്ള കാര്യം ഞാൻ ഇതന്നെ ഞാൻ അത്രയും വാക്ക് കൊടുത്തിട്ടാണ് ഞാൻ ഇവിടെ വന്നിട്ട് സംസാരിക്കുന്നത്, മനസ്സിലായി. ഒരിക്കലും ഞാൻ പേരൊന്നും വെളിപ്പെടുത്തൂല. ഓക്കെ അപ്പോൾ ചാറ്റ് വായു കൂട്ടിയാട്ടെ. അങ്ങനെ നിങ്ങളങ്ങനെ പല പേരുകളും പറയും, മെഹർ, നന്ദന, പ്രിയാപ്പി വാര്യർ. ഇതെന്താ പ്രിയാപ്പി വാര്യറാ, ഇതെന്താടാ നിങ്ങളെല്ലാം പറയുന്നത്? ആരും ആവാം, ഞാൻ പേരൊന്നും പറയില്ല, ആരാന്നും ഞാൻ പറയൂല. പേരെനിക്ക് പറയാൻ പറ്റില്ല. ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ. അതങ്ങ് കഴിഞ്ഞല്ലോ. ആ ഭാരം ഞാൻ അങ്ങ് മനസ്സിൽ നിന്ന് ഇറക്കി വെച്ചാൽ എൻ്റെ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു കാറ്റ് പോലെ ഉള്ളിൽ ഇങ്ങനെ നെഞ്ചിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കാറ്റ് കയറിയ പോലെ ഉണ്ടായതാണ്, മനസ്സിലാവും. അതങ്ങ് എടുത്ത് താഴെ വെച്ചപ്പോൾ സമാധാനമായി, മനസ്സിലാവും. അപ്പോൾ ഓളോട് പ്രപ്പോസ് ചെയ്തു. അവൾക്ക് കല്യാണം കഴിക്കാൻ ഓളെ അച്ഛനമ്മേൻ്റെ ഇതില്ലാണ്ട് കല്യാണം കഴിക്കാൻ പറ്റൂല എന്നോള് പറഞ്ഞു. റെസ്പെക്ട്ഫുള്ളി ഞാനത് അക്സെപ്റ്റ് ചെയ്തു. നമ്മളിപ്പോൾ നല്ല ഫ്രണ്ട്സാണ്. ഓക്കെ അത് കഴിഞ്ഞു, എൻഡ് ഓഫ് ദ സ്റ്റോറി. ഓക്കെ അത്രേ ഉള്ളൂ. അപ്പം എനിക്കിപ്പോൾ എന്തോ വേറെ എനിക്കങ്ങനെ കുറേ കാലം ഇപ്പം ഫസി പോയതിന് ശേഷം എനിക്കങ്ങനെ ഇത് കുറവായിരുന്നു, മനസ്സിലായി. എനിക്ക് അങ്ങനെ ഒരു സ്ട്രോങ് ഒരാളെ കല്യാണം കഴിക്കണം എന്നുള്ളത് ഫസിക്ക് ശേഷം എനിക്ക് ആരോടും വേറെ തോന്നിയിട്ടില്ല, മനസ്സിലാവും. പിന്നെ ഇവളോടാണ് എനിക്ക് അങ്ങനെ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു ഫീലിങ് വരുന്നത്, മനസ്സിലാവും. അപ്പം ഞാൻ കുറച്ച് ഡൗൺ ആയിപ്പോയി. അത് ഞാൻ വിട്ടു. സ്റ്റിൽ എൻ്റെ മൈൻഡിൽ അത് ഉണ്ടെങ്കിൽ കൂടി അത് ഞാൻ വിട്ടു, മനസ്സിലാവും. അപ്പം അത് കാരണം ഇന്നലെ ഇഷിക നിങ്ങിങ്ങനെ വന്നിട്ട് ഇഷിക ലവ്സ് എന്നെല്ലാം പറഞ്ഞിട്ട് എന്നെ പറഞ്ഞപ്പോൾ എനിക്കിതായത്, മനസ്സിലായി. എനിക്കെന്തോ മനസ്സിലാവും. ഇത് എനിക്ക് അതിനെക്കുറിച്ച് സംസാരിക്കാൻ കഴിയില്ല. കഴിഞ്ഞു. ഞാൻ പറയേണ്ടത് പറഞ്ഞു. നിങ്ങൾ പറയാന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു. ഓക്കെ ഇനി അതിനെക്കുറിച്ച് കൂടുതൽ എന്നെ കൊണ്ട് സംസാരിപ്പിക്കരുത്. ഞാൻ അൺകംഫർട്ടബിൾ ആണ്. അല്ലോ പറയും ഇങ്ങനെ ആടി ഇരുന്നിട്ട് എന്തല്ലോ ഹണി റോസോ ജാൻമണി, നിന്റെ ഒരാൾ ഒരു ഇമോഷണലായിട്ട് അത്രയും ജീവിതത്തിൽ അത്രയും ഇതുള്ള കാര്യം വന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്തൊരു മനസ്സാണെടാ, നിങ്ങൾക്ക് എന്തൊരു മനസ്സാണ്.